ഹലോ ഗൈസ്, നമുക്കൊരു വീഡിയോയുടെ ഒന്ന് പ്രിവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. I never dreamed about success. I worked for it. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലും ഷോർട്സിലും എല്ലാം ഇതുപോലുള്ള ചില മോട്ടിവേഷൻ വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടാവും. അതായത് അവർ ടെക്സ്റ്റ് എഴുതി വീഡിയോയിൽ എഴുതി കാണിക്കും, അതുപോലെ നമുക്ക് സ്പീച്ചായിട്ട് പറയുന്നുണ്ട്. മെയിനായിട്ട് മോട്ടിവേഷണൽ വീഡിയോയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ടൈപ്പ് വീഡിയോ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് Capcut എന്നുള്ളൊരു എഡിറ്റിംഗ് ആപ്പും വേണം, ഒരു VPN ആവശ്യമുണ്ട്. നിങ്ങൾ ഏതെങ്കിലും VPN യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മതിയാവും. ഞാനിവിടെ ക്വിക്ക് ഫ്രീ VPN എന്നുള്ള VPN ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ടേൺ ഓൺ ആക്കി ഞാൻ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി Capcut എന്നുള്ള ആപ്പ് ഓപ്പൺ ആക്കി ന്യൂ പ്രൊജക്റ്റ് എടുത്തു. അവിടെ നിന്ന് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആഡ് കൊടുത്തു. നമ്മുടെ വീഡിയോ ടൈം ലൈനിൽ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പ്ലേ ആക്കി നോക്കുകയാണ്. ഇതാണ് നമ്മുടെ വീഡിയോ. ഇതിലാണ് ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ ടെക്സ്റ്റ് വായിച്ച് ഒരു സ്പീച്ച് രൂപത്തിൽ പറയുകയും ചെയ്യും. സ്ക്രോൾ ചെയ്ത് സ്റ്റാർട്ടിങ്ങിൽ വന്ന് ബോട്ടം സൈഡിലുള്ള ടെക്സ്റ്റ് എന്നുള്ള ഐക്കൺ സെലക്ട് ചെയ്തു. ഇവിടെ നിന്ന് ആഡ് ടെക്സ്റ്റ് വീണ്ടും സെലക്ട് ചെയ്തു. ഇനി നമുക്കിവിടെ വീഡിയോയ്ക്ക് എന്ത് ടെക്സ്റ്റാണോ ആഡ് ചെയ്യാനുള്ളത് അത് കൊടുക്കുക. ഞാനൊരു മോട്ടിവേഷൻ ഡയലോഗ് കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടി. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഞാൻ പേസ്റ്റ് ചെയ്തു അവിടെ. ഇനി ടെക്സ്റ്റിലേക്ക് നമുക്ക് കുറച്ച് സ്റ്റൈലൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. വീണ്ടും ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. താഴത്തെ മെനു ഓപ്ഷനിൽ നിന്ന് എഫക്ട്സ് എടുത്തു. എഫക്ട്സിൽ ബേസിക്കിൽ പോയി ആ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് എടുത്തു. ആർട്ടെന്ന് എഴുതിയേക്കുന്ന ആ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തു. ഓക്കെ, ഈ ഫോണ്ട് ഈ വീഡിയോയ്ക്ക് ഓക്കെയാണ്. നിങ്ങൾ ആഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസരിച്ചുള്ളൊരു ഫോണ്ട് ചൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഓപ്ഷൻ അനിമേഷൻ എന്ന് സെലക്ട് ചെയ്തു. അതിൽ നിന്നും അനിമേഷനായിട്ട് ടൈപ്പ് റൈറ്റർ എന്നുള്ളൊരു എഫക്റ്റ് സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് അതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് സെൻറ്റൻസ് നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്യണമെന്നില്ല. ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ടെക്സ്റ്റ് ലെയർ ഒന്ന് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് താഴെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആഡായി വന്ന ആ ടെക്സ്റ്റ് ലെയറിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഫസ്റ്റ് ടെക്സ്റ്റ് ലെയർ തീരുന്ന ആ പോയിന്റിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോഴൊരു കണ്ടിന്യൂസ് ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ച ആ ടെക്സ്റ്റ് ലെയറിന് ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിലെ ടെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലേ, ഇത് ഫസ്റ്റ് സെൻറ്റൻസ് ആണ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചേക്കുന്നത്. ഇവിടെ നമ്മുടെ ആ സെക്കൻഡ് സെൻറ്റൻസ് അങ്ങ് ടൈപ്പ് ചെയ്തു. ഞാനത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ടാപ്പ് ചെയ്തു, പേസ്റ്റ് കൊടുത്തു. നിങ്ങളും ഇതുപോലെ പേസ്റ്റ് ചെയ്യുന്നതായിരിക്കും സിമ്പിൾ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹാഫ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ മിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തു. താഴെയുള്ള മെനുവിൽ നിന്ന് ടെക്സ്റ്റ് ടു സ്പീച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലോഡിങ് കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നോ ഇൻ്റർനെറ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ VPN ഒന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഇത് റോയൽറ്റി ഫ്രീ എന്ന് കുറച്ച് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മളൊന്ന് ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്കത് കേട്ട് നോക്കാൻ പറ്റും ഓരോന്നും. ഞാനിവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കോൺഫിഡൻറ്റ് മെയിൽ എന്നുള്ള ആ ഓപ്ഷൻ സെലക്ട് ചെയ്തു. I never dreamed about success. ടിക്ക് കൊടുത്തിട്ടുണ്ട്. ജനറേറ്റിംഗ്. I never dreamed about success. ഞാൻ പ്രിവ്യൂ ഒന്ന് പ്ലേ ആക്കി നോക്കിയപ്പോൾ അത് ഓക്കെയാണ്. ഇനി സെക്കൻഡാണ്. അവിടെയും ഈ സെയിം എഫക്റ്റ് അപ്ലൈ ചെയ്താൽ മതി. ടെക്സ്റ്റ് ടു സ്പീച്ച് എടുക്കുക. വീണ്ടും ആ കോൺഫിഡൻറ്റ് മെയിൽ എന്നുള്ള സെക്ഷൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. I worked for it. ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്രിവ്യൂ പ്ലേ ആക്കി നോക്കാം. I never dreamed about success. I worked for it. നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ആ എൻഡിങ്ങിലുള്ള ആ വീഡിയോ പോർഷൻ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുത്തു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആ ആഡായ വോയിസ് ഒരു ഓഡിയോ ലെയർ പോലെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം തൊട്ട് മുമ്പായിട്ട് ആ റെസൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 1080p തന്നെയാണ്. ഫ്രെയിം റേറ്റ് 30. ഓക്കെ, ഇനി വീഡിയോ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് എക്സ്പോർട്ട് ഐക്കൺ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി ചോദിക്കുക. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.